നമസ്കാരം. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് പിന്നാലെ അവയവദാനത്തിലൂടെയാണ് 10 മാസക്കാരിയായ ആലിൻ ഷെറിൻ എബ്രഹാം കേരളത്തിന് പ്രിയങ്കരിയാവുന്നത്. എന്നാൽ സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ മരണം ആഘോഷിക്കുന്നു എന്ന വിമർശനവുമായി എഴുത്തുകാരൻ എതിരൻ കതിരവൻ രംഗത്ത് വന്നു. ആലിനെ ആഘോഷിക്കുന്ന മലയാളികളെ ഓർത്ത് ലജ്ജയുണ്ട് എന്ന് എതിരൻ കതിരവൻ പറഞ്ഞു. ആലിൻ എന്ന കുഞ്ഞ് വിലക്ഷണമായി പ്രതീകവൽക്കരിക്കപ്പെട്ട് നമ്മൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുന്നത് അതിക്രൂരവും പൈശാചികവുമായ പെരുമാറ്റമാണ് എന്ന് എതിരൻ കതിരവൻ പറയുന്നു. മുരളി തുമ്മാരുകൂടി പറഞ്ഞു മടുത്തു നിർത്തിയത് ആരും ഓർമ്മിക്കേണ്ടതില്ല എത്രേ. ഒരു ബേബി സീറ്റ് കർശനമാക്കുന്നതിനെ പറ്റി ആർക്കും നിർദ്ദേശിക്കാനില്ല. നമ്മുടെ അനാസ്ഥ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞുവെന്ന് തോന്നുന്നവർ ആരുമില്ല ഇവിടെ. ആലിന്റെ മാതാപിതാക്കൾക്ക് അധികം പരിക്കേറ്റിട്ടില്ല. സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ആലിൻ മരിക്കുമായിരുന്നോ എന്ന് എഴുത്തുകാരൻ ചോദിക്കുന്നു. മറ്റു രാജ്യങ്ങളിൽ ആ മാതാപിതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരിക്കും ഇപ്പോൾ. ഇന്നലെ ഇവിടെ പാലായിൽ ഒരാൾ ചെറിയൊരു മകനെ ഡ്രൈവർ സീറ്റിൽ മടിയിലിരുത്തിക്കൊണ്ട് കാർ ഓടിക്കുന്നത് കണ്ടു. ഒരു ചെറിയ ആഘാതത്താൽ ആ പയ്യന്റെ തലയിൽ സ്റ്റിയറിംഗ് വന്നിടിക്കും. മിണ്ടാപ്രാണികളായ കുഞ്ഞുങ്ങളെ വിനോദങ്ങളിൽ പെടുത്തുന്ന ഇവർ മാതാപിതാക്കൾ തന്നെയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ആലിനെ ആഘോഷിക്കുന്ന മലയാളികളെ ഓർത്ത് ലജ്ജയുണ്ട് എന്നും എതിരൻ കതിരവൻ കുറിച്ചു. ആലിന്റെ മരണത്തിന് കാരണമായ അപകടം നടന്നതിന് ശേഷം ദൃക്സാക്ഷിയായ പിക്കപ്പ് ഡ്രൈവർ ജോബിൻ നൽകിയ മൊഴിയിലെ ചില വരികൾ ഇവിടെ ചേർത്ത് വായിക്കുമ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രാധാന്യം അർഹിക്കുന്നു. അതൊരു അപകടമായിരുന്നില്ല. അവർ റോങ് സൈഡിലല്ലേ വന്നത്. കോട്ടയം പള്ളത്ത് നടന്നത് വെറുമൊരു വാഹന അപകടം മാത്രമായിരുന്നു. അതോ മനഃപൂർവ്വം വരുത്തി വെച്ചതാണോ? ഇതായിരുന്നു ജോബിന്റെ ചോദ്യം. ഒരു കാർ പാമ്പ് പുളയുന്നത് പോലെ റോഡിലൂടെ ചീറിപ്പായുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഒരു വൻ ദുരന്തം സംഭവിക്കുന്നു. ആ കാർ ഓടിച്ചിരുന്നത് 85 വയസ്സുള്ള ഒരാളാണ് എന്ന് പറയുന്നു. പക്ഷെ അപകടം നടന്ന ഉടനെ തന്നെ കാറിൽ നിന്നിറങ്ങി വന്ന ഇയാളുടെ പ്രതികരണം ആരെയും ഞെട്ടിക്കുന്നതാണ്. ചോരയിൽ കുളിച്ചു കിടക്കുന്ന കുഞ്ഞിനെയും കുടുംബത്തെയും കണ്ടിട്ടും അയാളിൽ കുറ്റബോധമായിരുന്നില്ല ഉണ്ടായിരുന്നത്. മറിച്ച് ഒരു വിചിത്രമായ ചോദ്യമായിരുന്നു അയാൾ ഉന്നയിച്ചത്. അവര് റോങ് സൈഡിലല്ലേ വന്നത്? കാഴ്ചയിൽ അവശനാണ് എങ്കിലും റോഡിന്റെ മധ്യത്തിലൂടെ പാഞ്ഞു വന്ന് എതിർദിശയിൽ വന്ന കാറിനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ അയാൾക്ക് കൃത്യമായ ബോധമുണ്ടായിരുന്നില്ലേ? അതോ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ ആയിരുന്നോ ആ നീക്കങ്ങൾ? ജോബിൻ എന്ന ദൃക്സാക്ഷി വണ്ടി ഒതുക്കി നിർത്തിയിട്ടും കുഞ്ഞിന്റെ അച്ഛൻ കാർ വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും ഒരു കൃത്യതയോടുകൂടി ആ കാർ അവരിലേക്ക് തന്നെ പാഞ്ഞു കയറിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഇതൊരു വെറും അശ്രദ്ധയല്ല, കൊലപാതകത്തിന് തുല്യമായ ഗൂഢാലോചനയാണോ ഇതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. വാർദ്ധക്യത്തിന്റെ അവശതയോ മരുന്നിന്റെ മയക്കമോ എന്ന പേരിൽ ഈ കേസ് എഴുതി തള്ളുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്നത് മറ്റെന്തെങ്കിലും സത്യങ്ങളാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. ആ 85കാരന്റെ ലൈസൻസ് പുതുക്കി നൽകിയത് ആരുടെ താല്പര്യപ്രകാരമാണ്? ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവന് വിലയിട്ടത് ആരാണ്? നിയമം കണ്ണടയ്ക്കുമ്പോൾ റോഡിൽ ഇനിയും ഇത്തരം ബോംബുകൾ പൊട്ടാൻ നമ്മെ കാത്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മനോജ് വെള്ളനാട് എന്നയാൾ പങ്കുവെച്ച ഒരു കുറിപ്പും ഇവിടെ ഏറെ വിലപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ ശവപ്പെട്ടികൾ കുഞ്ഞുങ്ങളുടേതാണ്. സകല മനുഷ്യരും ഒരുമിച്ച് ചുമന്നാലും ആ ഭാരം താങ്ങുന്നത് കുഞ്ഞിന്റെ അടുത്തവർക്ക് വളരെ വിഷമകരമായ ഒന്നാണ്. അങ്ങനെ ഏറ്റവും വിഷമകരമായ ഒരവസ്ഥയിലാണ് 10 മാസം മാത്രം പ്രായമായ ആലിൻ എന്ന കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ആ മാതാപിതാക്കൾ തയ്യാറായതും നമ്മളെല്ലാവരും അവരെ മനസ്സുകൊണ്ട് ചേർത്ത് പിടിച്ചതും. ആ മനുഷ്യനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിനൊപ്പം തന്നെ ഇനി പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. വണ്ടിയുമായി പുറത്തിറങ്ങുന്ന ഏതൊരാളും ഏത് നിമിഷവും ഒരു അപകടം പ്രതീക്ഷിക്കണം. ആക്സിഡന്റ് എന്ന് അവയെ നമ്മൾ പൊതുവെ പറയുമെങ്കിലും നാട്ടിൽ നടക്കുന്ന പല അപകടങ്ങളും കൂട്ടിയിടികളാണ്. എന്ന് വെച്ചാൽ അവ അപ്രതീക്ഷിതമല്ല. അല്പം ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒന്നാണ് എന്നർത്ഥം. അതുപോലെ തന്നെ അപകടം സംഭവിച്ചാൽ മരണമോ മറ്റു ഗുരുതരമായ പരിക്കുകളോ ഒഴിവാക്കാനുള്ള പ്രത്യേക പല മാർഗങ്ങളുമുണ്ട്. സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ഒക്കെ അങ്ങനെയുള്ളവയാണ്. ഇപ്പോഴും കാറിൽ യാത്ര ചെയ്യുമ്പോൾ പിറകിലെ സീറ്റ് ബെൽറ്റ് ഇടുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ? ഏറെ കുറച്ച് മാത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ? ഓവർ കോൺഫിഡൻസും മടിയും. അപകടമൊക്കെ മറ്റുള്ളവർക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നാണ് എന്ന മിഥ്യാധാരണ. അതുപോലെയോ അതിലും അധികമോ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം ആലിന്റെ മരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് കുഞ്ഞുങ്ങളെ കാറിൽ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ രീതികൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചൈൽഡ് സേഫ്റ്റി സീറ്റ്. കാറുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുതിർന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു അപകടമുണ്ടായാൽ കുട്ടികൾ അതിനകത്ത് ഒട്ടും തന്നെ സുരക്ഷിതരല്ല.
അതുകൊണ്ട് തന്നെ കാറുകളിൽ കുട്ടികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ചൈൽഡ് സേഫ്റ്റി സീറ്റുകൾ ഉപയോഗിക്കുന്നത് അവരുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ കാർ സീറ്റുകളും ബെൽറ്റുകളും മുതിർന്നവരുടെ ശരീരഘടനയ്ക്കനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപകടമുണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആഘാതം താങ്ങാൻ കുട്ടികളുടെ ശരീരം പാകമായിരിക്കില്ല. ചൈൽഡ് സീറ്റുകൾ കുട്ടിയുടെ തല, കഴുത്ത്, നട്ടെല്ല് എന്നിവയ്ക്ക് കൃത്യമായ സംരക്ഷണം നൽകും. ചെറിയ കുട്ടികൾ സാധാരണ സീറ്റ് ബെൽറ്റ് ധരിക്കുമ്പോൾ അത് അവരുടെ കഴുത്തിലോ വയറിലോ ആണ് വരിക. ഇത് കാരണം തന്നെ അപകട സമയത്ത് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകും. പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോഴോ വാഹനം കൂട്ടിയിടിക്കുമ്പോഴോ കുട്ടി സീറ്റിൽ നിന്നോ മുതിർന്നവരുടെ കയ്യിൽ നിന്നോ തെറിച്ചു പോകുന്നത് തടയാൻ ചൈൽഡ് സീറ്റിലെ പ്രത്യേക ഹാർനസ് ബെൽറ്റുകൾ നമ്മെ സഹായിക്കും. കുട്ടികളുടെ ശരീരത്തിന് അനുയോജ്യമായ കുഷ്യനുകളും സപ്പോർട്ടും ഈ സീറ്റുകളിൽ ഉണ്ടാകും. ഇതുകൊണ്ട് തന്നെ ഉറങ്ങാനും സുഖമാണ്. ഉറങ്ങുമ്പോൾ തലയും കഴുത്തും കുഴഞ്ഞു വീഴാതെ നേരെ ഇരിക്കാൻ ഇത് സഹായിക്കും. നീണ്ട യാത്രകളിലാണ് എങ്കിൽ കുട്ടി ക്ഷീണിക്കാതെ ഇറിറ്റേറ്റഡ് ആവാതെ ഇരിക്കുകയും ചെയ്യും. കുട്ടികൾ കാറിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയോ ഡോർ ഹാൻഡിലുകളിൽ പിടിക്കുകയോ ചെയ്യുന്നത് ഡ്രൈവറുടെ ശ്രദ്ധ തിരിക്കാൻ കാരണമാകാറുണ്ട്. ചൈൽഡ് സീറ്റിലിരിക്കുന്ന കുട്ടികൾ ഒരിടത്ത് സുരക്ഷിതമായി ഇരിക്കുന്നതിനാൽ തന്നെ ഡ്രൈവർക്ക് കൂടുതൽ ഏകാഗ്രതയോടുകൂടി വാഹനം ഓടിക്കാൻ കഴിയും. ചൈൽഡ് സീറ്റുകൾ ശരിയായി ഉപയോഗിക്കുകയാണ് എങ്കിൽ അപകടമുണ്ടായാൽ 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മരണസാധ്യത 71% വരെ കുറയ്ക്കാം. ടോഡ്ലർമാർക്ക്, അതായത് 1 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അത് 54% വരെ കുറയ്ക്കാം. അതുപോലെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കാനുള്ള സാധ്യത 70% മുകളിൽ കുറയ്ക്കുന്നു എന്നതും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ്. കഴുത്തിനും തലയ്ക്കും നട്ടെല്ലിനും ഇവിടെ പ്രത്യേക സംരക്ഷണം ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ കാരണം. 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ബൂസ്റ്റർ സീറ്റുകളും ലഭ്യമാണ്. അവ ഉപയോഗിച്ചാൽ കുഞ്ഞിന്റെ ഉയരം കൂട്ടി കുട്ടിക്ക് കാറിലെ തന്നെ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാൻ കഴിയും. ഇത്തരം ബൂസ്റ്റർ സീറ്റുകൾ 4 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത 45 മുതൽ 70% വരെ കുറയ്ക്കും. കുട്ടിയുടെ പ്രായം, ഭാരം, ഉയരം എന്നിവ കണക്കിലെടുത്തുകൊണ്ട് വേണം സീറ്റ് തിരഞ്ഞെടുക്കാൻ. ഇൻഫന്റ് സീറ്റ്, കൺവെർട്ടബിൾ സീറ്റ്, ബൂസ്റ്റർ സീറ്റ് എന്നിവ നോക്കി വാങ്ങണം. 1.5 മുതൽ 2 വയസ്സ് വരെയെങ്കിലും കുഞ്ഞ് പിറകിലേക്ക് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം സീറ്റ് ഫിറ്റ് ചെയ്യാൻ. കുഞ്ഞിന്റെ ഇനിയും വളരാത്ത നട്ടെല്ലിനും തലയെയും ക്രാഷ് സമയത്ത് ഇത് കൂടുതൽ സുരക്ഷിതമാക്കി വെക്കുന്നു. കാറിന്റെ പിൻസീറ്റിൽ മാത്രമേ ഈ പറഞ്ഞ എക്സ്ട്രാ സീറ്റുകൾ ഫിറ്റ് ചെയ്യാൻ കഴിയൂ. എയർ ബാഗ് മുതൽ മുൻ സീറ്റുകളിൽ ഒരിക്കലും ചൈൽഡ് സീറ്റ് വെക്കരുത്. ഇത് അപകട സമയത്ത് കൂടുതൽ ആപത്തുണ്ടാക്കും.